എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരം എന്ന് പറയുന്നത് ജീവിതത്തിൽ അടിമുടി മാറണമെന്ന് 360 ഡിഗ്രിയിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ്. ചെറിയ മാറ്റമല്ല, സ്വഭാവത്തിൽ വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാറ്റം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലരിപ്പോ ചിന്തിക്കും, അങ്ങനെ ഞാൻ മാറിയില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന ജീവിത രീതിക്ക് എന്താ കുഴപ്പം? ഇപ്പോൾ ഉള്ളതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കും. വചനം പഠിപ്പിക്കുന്നത് ഈ മേഖലയിൽ നീ ശ്രദ്ധിക്കണം. സങ്കീർത്തനം 107:17 തുറന്നു വായിച്ചേ. പാപകരമായിട്ടുള്ള മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അടുത്ത വചനം കൂടെ പഠിച്ചോളൂ. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു, അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. ശ്രദ്ധിച്ചേ, പാപകരമായ മാർഗങ്ങൾ ഒരു വ്യക്തി പിന്തുടർന്നാൽ ആ വ്യക്തിയിൽ 4 കാര്യങ്ങൾ സംഭവിക്കും. സങ്കീർത്തകൻ പഠിപ്പിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നിയതുപോലെ, നമ്മുടെ ഇഷ്ടാനുസരണം, ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ആലോചന ചോദിക്കാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ സംഭവിക്കുന്നൊരു കാര്യം, ആ പ്രവൃത്തിയിൽ തന്നെ സംഭവിക്കുന്ന കാര്യം, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. ഒന്നാമത്തെ കുഴപ്പം രോഗം. എന്താണ് രോഗം? ശാരീരികമായ രോഗം മാത്രമല്ല, മാനസികമായ രോഗങ്ങൾ പോലും. ശാരീരികമായ രോഗങ്ങൾ മാത്രമല്ല കേട്ടോ, മാനസികമായ രോഗങ്ങൾ പോലും പാപം മൂലം വ്യക്തിയിൽ സംഭവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ രോഗികളും പാപം ചെയ്തത് കൊണ്ടല്ല രോഗികളായത്. വചനം പഠിപ്പിക്കുന്ന നേരെ തിരിച്ചു പഠിച്ചോണം. എന്ത്? പാപം ചെയ്താൽ ആ വ്യക്തി ആരാവും? രോഗിയാവും. എന്ന് കരുതി എല്ലാ രോഗികളും പാപികളാണോ? അല്ല, അല്ല. പക്ഷെ വചനം പഠിപ്പിക്കുകയാണ്, പാപം ചെയ്താൽ ആ വ്യക്തി രോഗപീഡയ്ക്ക് അടിമപ്പെടും. പ്രൈസ് ദി ലോർഡ്. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. രണ്ടാമത്തെ കാര്യം, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. ദുരിതം എന്താണ്? ദുരിതം പറഞ്ഞേ. ട്രബിൾസ്, ദുരിതം. എന്തെല്ലാം ദുരിതങ്ങളാണ് കുടുംബത്തിലൊക്കെ സംഭവിക്കുന്നത്. ചില കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? അതായത് എത്ര അധ്വാനിച്ചിട്ടും കുടുംബത്തിൽ മിച്ചം ഒന്നും കിട്ടുന്നില്ല. അധ്വാനത്തിന് കുറവൊന്നുമില്ല, അധ്വാനമൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ മിച്ചം ഒന്നുമില്ല. പകുതി കിട്ടുന്ന കൂടുതലും കൊണ്ട് ആശുപത്രി കളയാനേ ഉള്ളൂ. ചില വീടുകളിൽ ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും വഴക്കടിക്കുന്ന സ്വഭാവം എപ്പോഴും കുടുംബത്തില്. ഈ അകൃത്യങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നു. രണ്ടാമത്തെ കാര്യം ദുരിതം. മൂന്നാമത്തെ കാര്യം എന്താ? അവരെല്ലാ ഭക്ഷണ പദാർത്ഥത്തെയും വെറുത്തു. വെറുപ്പ്. ഭക്ഷണ പദാർത്ഥത്തെ വെറുത്തെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പോലും നമുക്ക് വെറുപ്പ് തോന്നും. കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥിക്കാമെന്ന് ചേച്ചി പറഞ്ഞത്, അച്ഛാ എൻ്റെ ഭർത്താവിനോട് ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു, ഇപ്പൊ കുറച്ചു നാളുകളായിട്ട് എനിക്ക് വെറുപ്പ് തോന്നുന്നു. സംസാരിച്ചു വന്നപ്പോൾ അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. വെറുപ്പ് ഉള്ളിലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളോട് പോലും വെറുപ്പ് തോന്നാൻ തുടങ്ങും, അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. പാപത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആ പാപത്തിന്റെ വിത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ വിത്ത് അത് പൊട്ടിമുളച്ച് അത് പ്രശ്നം ഉണ്ടാക്കും. പാപം വ്യക്തികളെ രോഗികളാക്കും, പാപം വ്യക്തികളെ ദുരിതത്തിലാക്കും, പാപം വ്യക്തികളെ ഇതാ വചനം പഠിപ്പിക്കുന്നു വെറുപ്പിലേക്ക് നയിക്കും. നാലാമത്തെ കാര്യം, അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു എന്ന് പറഞ്ഞാൽ മരണം. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, ജീവിതത്തിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത അവസ്ഥ, നിരാശപ്പെട്ട അവസ്ഥ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്, എല്ലാം തീർന്നു, അയ്യോ സങ്കടം, ഭാരം. ശ്രദ്ധിക്കണം, വചനം പഠിപ്പിക്കുന്ന കാര്യം ഇപ്രകാരം സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പാപം നിഴലിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു വിശുദ്ധീകരണം എനിക്കും നിനക്കും ആവശ്യമാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്രകാരം ഒരു വചന ശുശ്രൂഷ ഈ കൂടാരത്തിൽ നടത്തപ്പെടുമ്പോൾ എന്നോടും നിന്നോടും ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്ന കാര്യം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. പാപകരമായ മാർഗങ്ങൾ ഉള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ ഒരു വിശുദ്ധീകരണം വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് ഇവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിൽ ഉറപ്പിക്കണം, എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ എനിക്ക് വേണം. ദൈവമേ, എൻ്റെ സ്വഭാവ രീതികളിൽ ഒരു വിശുദ്ധീകരണം വേണം. നിങ്ങൾക്കിവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലൊക്കെ ഇഷ്ടംപോലെ കുമ്പസാരിക്കുന്നതിനുള്ളൊക്കെ സൗകര്യമുള്ളതാണ്. 365 ദിവസം ഈ ആലയത്തിൽ ശുശ്രൂഷ നടത്തപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇന്നും ഉച്ചയ്ക്ക് സമയത്ത് കുമ്പസാരിക്കുന്നതിനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ ഉപയോഗിച്ചു കൊള്ളണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുമ്പസാരം വഴി നമ്മൾ അനുഭവിക്കുന്ന കൃപ അത് വലിയൊരു വിശുദ്ധീകരണമാണ്. ജോഷുവ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ വീരപുരുഷൻ തോറ്റുപോയതിൻ്റെ പിന്നിൽ ആ കൂട്ടായ്മയിൽ അവരുടെ കുടുംബത്തിലെ ഒരാൾ ചെയ്തൊരു പാപപ്രവൃത്തി അന്തരീക്ഷത്തെ മുഴുവൻ പീഡിപ്പിച്ചെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, എൻ്റെ സ്വഭാവ രീതികളിൽ ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഹല്ലേലൂയാ, ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് പരിശുദ്ധ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയെ, ഈ ആരാധന സമയം എല്ലാറ്റിലും ഉപരിയായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ എന്നെ ആകർഷിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, പലതിൻ്റെയും പുറകെ ഞാൻ പോയിട്ടുണ്ട്. കർത്താവ്, ഈ ആരാധനയുടെ സമയം ഞാൻ വിശ്വസിക്കുക, അങ്ങല്ലാതെ എനിക്ക് മറ്റാരുമില്ല, അങ്ങിലാണ് എൻ്റെ ആശ്രയം. കർത്താവെ, അങ്ങെന്നിൽ ഇടപെടണമേ. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കിക്കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, കർത്താവെ, അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം. ഈ ലോകം എനിക്ക് വേണ്ട, മറിച്ച് അങ്ങിലാണ് എൻ്റെ ആശ്രയം. ചേർന്ന വരികളൊന്ന് പാടി പ്രാർത്ഥിച്ചാലോ? ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ. ഒരിക്കൽ കൂടെ പഠിക്കുക, ഈ ലോകം, ഈ ലോകമോഹങ്ങളേക്കാൾ, യേശുവേ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകമോഹങ്ങളേക്കാൾ,
സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി എല്ലാത്തിലും ഉപരിയായി ഉപരിയായി യേശുവേ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയുടെ സമയം എൻ്റെ കുടുംബത്തിലേക്ക് പ്രത്യേകമായി അങ്ങയുടെ സാന്നിധ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ചില സങ്കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞിട്ട് സമയമില്ല. എപ്പോഴും പരസ്പരമുള്ള വഴക്കും തർക്കവും നിരാശയും ദുഃഖവുമൊക്കെയുണ്ട്. വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളും എൻ്റെ വീട്ടിൽ നടക്കുന്നില്ല. ഈശോയെ, ഇന്നത്തെ ഈ ആരാധന സമയത്ത് എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതനുസരിച്ച് യേശു നമ്മുടെ സ്വഭാവത്തെ അടിമുടി മാറ്റിമറിക്കും. നമ്മിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഒരു പുതിയ അഭിഷേകം ചൊരിയും. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അൾത്താരയിലുള്ള ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതകരമായ ദൈവീക ഇടപെടൽ സംഭവിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, 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 പാപബോധവും പശ്ചാത്താപവും എനിക്ക് നൽകണമേ, എനിക്ക് നൽകണമേ. എന്റെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കാൽവരി മലയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, കുരിശിൽ മരിച്ചവനെ തിരു രക്തത്താൽ എന്നെ കഴുകണമേ. തിരു കുരിശിനാൽ എന്നെ ആശീർവദിക്കണമേ. യേശുവേ, നിന്റെ നാമത്താൽ എനിക്ക് രക്ഷ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവചനം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ഇതാ കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ സംഭവിക്കപ്പെടുന്നതിനായി ആഗ്രഹിക്കുകയാണ്. നമ്മൾ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. അവിടുന്ന് ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല. നിന്റെ പാപം കടിച്ചുമപ്പെങ്കിലും അവിടുന്ന് അവ കഴുകി വെണ്മയുള്ളതാക്കും. നിന്റെ ജീവിതത്തിൽ ഇന്നോളം കടന്നു വന്ന അനുഭവങ്ങൾ എത്ര വലിയ പാപമാലിന്യങ്ങൾ നിറഞ്ഞതാണെങ്കിലും യേശു നിന്നെ കഴുകി ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സ്വഭാവത്തെ കർത്താവ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ ദൈവമേ, ഈ ആരാധനയുടെ സമയം അപ്രകാരം ഒരു ദൈവശക്തി എന്നിൽ വെളിപ്പെടണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അഭിഷേകം ഒഴുകുന്ന സമയമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 5-ാം തിരുവചനം. ഇതാ പഴയ നിയമത്തിലെ ജോസഫ് ഇതാ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന പാഠം. ജോസഫിനെ ഓർത്ത് ഈജിപ്തുകാരൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം നിന്നെ ഓർത്ത് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സമയം, നിന്റെ പ്രാർത്ഥനയോർത്ത് നിന്റെ കുടുംബ ബന്ധങ്ങളിൽ ഇടപെടുന്ന സമയം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പഴയ നിയമത്തിൽ ജോസഫിനെ പോലെ ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ
നിന്റെ പ്രാർത്ഥനയോർത്ത് ദൈവം നിന്റെ കുടുംബത്തിൽ ഇടപെടുന്ന സമയം, കാലാകാലങ്ങളായിട്ടുള്ള കുടുംബത്തിലെ തിന്മയുടെ കെട്ടുകൾ അഴിക്കുന്ന സമയം, കാലങ്ങളായിട്ടുള്ള പാരമ്പര്യ പീഡകൾ അഴിക്കുന്ന സമയം. ഓ ദൈവജനമേ, വിശ്വസിക്കുന്ന ദൈവജനമേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിനക്ക് എത്രത്തോളം സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ അത്രത്തോളം സ്വരമുയർത്തി ചങ്ക് കീറി യേശുവേ എന്ന് വിളിച്ച് 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 അഭിഷേകം പ്രാപിക്കട്ടെ. സ്വരമുയർത്തി വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുന്ന ദൈവജനം, അഭിഷേകം പ്രാപിക്കുന്ന ദൈവജനം, ശക്തി ഒഴുകുന്ന ദൈവജനം, എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന ആരാധന ആരാധന. ദൈവിക ശക്തി വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് ഈ പരിശുദ്ധ അൽത്താരിൽ നിന്ന് ഓരോ വ്യക്തിയെയും, ഒന്നോ രണ്ടോ പേരെയല്ല, ഓരോ വ്യക്തിയെയും വ്യത്യസ്തമായ അഭിഷേകം നൽകിക്കൊണ്ട് വിശുദ്ധീകരിച്ചിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വചനം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകർക്ക് ഒരു സന്ദേശ വചനമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണ് തുറന്ന് ഇങ്ങോട്ട് നോക്കിക്കോളൂ. ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വചനം. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെയുണ്ടായിരുന്നു. വചനം ശ്രദ്ധിച്ചു കേട്ടുക. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ. ആ സ്ത്രീ 18 വർഷമായിട്ട് കൂനി പിടിച്ചു നിൽക്കാൻ കാരണം ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരാത്മാവ് ബാധിച്ച്, ഒരു ദുരാത്മാവ് ബാധിച്ച് ആ സ്ത്രീക്ക് നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. പൈശാചിക പീഡകൾ മൂലം രോഗപീഡകളും ദുരിതങ്ങളും ഉണ്ടാവാം. വചനം പഠിപ്പിക്കുന്നതാണ്. 18 വർഷമായി, 1-2 അല്ല, 18 വർഷം. ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിലോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ വർഷങ്ങളായിട്ട് ഏതെങ്കിലും പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ പീഡകൾ, ചില കുടുംബങ്ങളിൽ അടിക്കടി മരണം, അടിക്കടി അപകടങ്ങൾ, അപ്രകാരമുള്ള ചില പീഡകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ വചനം വർഷങ്ങളായിട്ടുള്ള തഴക്കദോഷങ്ങളുടെ പീഡകളുടെ ഇപ്രകാരമുള്ള തടസ്സങ്ങളുടെ മേലും കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ ചില പാരമ്പര്യമായ രോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില അലർജി രോഗങ്ങൾ പാരമ്പര്യമായിട്ട് കടന്നു വരുന്നു. ചില മാനസിക രോഗപീഠകൾ പാരമ്പര്യമായിട്ട് കടന്നു വരുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്കും നിനക്കൊരു കടമയുണ്ട്. ഇനി അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുക്കാനല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഈ വിഷയത്തിന് ഉത്തരം കണ്ടെത്തണം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് തമ്പുരാന്റെ മുമ്പിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലൂടെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ കുടുംബത്തിലുള്ള അപ്രകാരമുള്ള സകല രോഗപീഠകൾക്കും ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്ന സൗഖ്യ ശുശ്രൂഷയാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചൊന്ന് ചിന്തിച്ച്, നിന്റെ കുടുംബത്തിൽ അങ്ങനെ ഏതെങ്കിലും പാരമ്പര്യ രോഗങ്ങളുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാരമ്പര്യമായ പീഡയുണ്ടോ? ഉണ്ടെങ്കിൽ ആ മേഖല സമർപ്പിക്കണം. ഒരുപക്ഷെ മാനസികമായ ചില രോഗപീഠകൾ, ഒരുപക്ഷെ ചില സ്വഭാവ ശൈലികൾ തന്നെ പാരമ്പര്യമായിട്ട് കടന്നു വരും. ഉദാഹരണത്തിന് അമിതമായ ദേഷ്യം, അത് കുടുംബത്തിൽ തലമുറയായിട്ട് കടന്നു വരാം. ഞാൻ ഇന്നായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണോ ഇങ്ങനെയുള്ള സ്വഭാവം? ഒരുപക്ഷെ നമ്മളെ കണ്ടുകൊണ്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ അപ്പൻ ഇങ്ങനെയായിരുന്നു, ഇവൻ്റെ അപ്പാപ്പൻ ഇങ്ങനെയായിരുന്നു, ഇവൻ്റെ കുടുംബത്തിൽ ഇന്നയാൾ ഇങ്ങനത്തെ സ്വഭാവക്കാരനായിരുന്നു, സ്വഭാവക്കാരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഈശോയോട് പറയുക, ഈശോയെ, എൻ്റെ സ്വഭാവത്തിൽ ഇന്ന പ്രത്യേകതകളുണ്ട്, അതെത്ര ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റുന്നില്ല. ചില ജഡിക പാപങ്ങളുടെ പ്രവണത കിടക്കുന്നുണ്ട്, അതിങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നു, ഭാരപ്പെടുത്തുന്നു. ഈശോയെ, ഈ മേഖലയിൽ എനിക്കൊരു വിശുദ്ധീകരണം വേണം,
എനിക്കൊരു വിശുദ്ധീകരണം വേണം. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് എന്നിട്ടൊന്ന് ഏറ്റുപറഞ്ഞ്, കർത്താവായ ദൈവമേ, പാരമ്പര്യമായി എന്റെ കുടുംബത്തിലുള്ള രോഗങ്ങളെ പാരമ്പര്യ രോഗങ്ങളെ യേശുവേ സൗഖ്യപ്പെടുത്തണമേ, വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൈ എങ്ങനെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ച് അൾത്താരയിലേക്ക്, എന്നിട്ടൊന്ന് കണ്ണടച്ച് എന്ത് രോഗമാണോ എന്ത് പീഡയാണോ നമ്മൾ അനുഭവിക്കുന്നത് ആ മേഖല സമർപ്പിക്കുക. ചിലപ്പോൾ നമുക്കില്ലായിരിക്കും, നമ്മുടെ വീട്ടിലെ ചിലർക്കുണ്ടാവും. അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളൂ. കർത്താവേ, ഇന്ന കാര്യത്തിൽ അങ്ങ് ഇടപെടണം, അങ്ങയുടെ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവണം. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങ് ഇടപെടണമേ. കർത്താവിൻ്റെ ആത്മാവ് നിറയാൻ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, ഇതൊരു ദൈവിക ശക്തി സ്ലീഹന്മാർ നിറഞ്ഞ പോലെ എൻ്റെ മേൽ നിറയണം. രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് ചേർന്ന ആ വരികളൊന്ന് പാടി പ്രാർത്ഥിച്ചേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി നയിക്കണേ. പാടിക്കേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ശ്രദ്ധിച്ചു കേട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം പരിചിതമായ വചനമാണ്. 38 വർഷം നേരത്തെ കണ്ട കൂനിയായ സ്ത്രീ 18 വർഷം. ഇത് 38 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു രോഗി. യഥാർത്ഥത്തിൽ ഇവന്റെ രോഗം ഉള്ളിൻ്റെ ഉള്ളിൽ ഇവന്റെ മനസ്സിലെ വലിയ ഭാരമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. 38 വർഷമായിട്ട് അവൻ അവിടെ കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ദുഃഖം എന്താണ്? എനിക്കാരുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഒന്ന് കണ്ണടച്ചേ. നിന്റെ വീട്ടിൽ വർഷങ്ങളായിട്ടുള്ള ചില തടസ്സങ്ങൾ അങ്ങനെയുണ്ടല്ലോ. ബന്ധത്തകർച്ച, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ കൂടെ ആരുമില്ല. വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ. ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചാണ് വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചത്, എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല. വലിയ ഭാരം ഉള്ളിലുണ്ടാവും. ആ മേഖല സമർപ്പിക്കുക. ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള മുറിവുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെറുപ്പകാലം മുതൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ അനേകം മുറിവുകൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. ആ മനസ്സിലെ ഭാരങ്ങളെ സമർപ്പിക്കുക. ഈശോയെ, വർഷങ്ങളായിട്ട് കിട്ടിയിരിക്കുന്ന ഓരോ മേഖലകളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 38 വർഷം, 1-2 വർഷമല്ല. നിന്റെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ നീ അനുഭവിക്കുന്ന അനേക വിഷയങ്ങൾ ഒരുപക്ഷെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ചില അനുഭവങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്, ക്ഷമിക്കാൻ പറ്റുന്നില്ല. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനുള്ള കൃപ വേണം. വീട്ടിൽ, ബന്ധങ്ങളിൽ, ജോലി സ്ഥലത്ത്, ഇടവകയിൽ, നിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്നെ വിഷമിപ്പിച്ചവര്, നിന്നെ വേദനിപ്പിച്ചവര്, നിന്നെ ഒറ്റിക്കൊടുത്തവരുണ്ടെന്ന്, നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നവര്, എത്ര നന്മ ചെയ്തിട്ടും കുടുംബത്തിൽ നിനക്കൊരു സ്ഥാനം കിട്ടുന്നില്ല, ഒരു നല്ല വാക്ക് പോലും കിട്ടുന്നില്ല. വല്ലാത്ത വിഷമമുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമർപ്പിക്കാൻ പോവാണ്. ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാമോ? ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞിക്കൂ. മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം വെക്കണം, ഇടതുകരം നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ 2-3 പേരായിട്ട് നിന്നോളൂ. എന്നിട്ട് പ്രാർത്ഥിക്കേണ്ട എന്തെന്നറിയോ? അനേകരോട് ക്ഷമിക്കാനുള്ള കൃപ. നിന്റെ മനസ്സിൽ ഇപ്പോൾ നീ വ്യക്തിയുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചില ആളുകളുടെ പേരുകൾ നിന്റെ മനസ്സിൽ കൊണ്ടുവരും, ചില വ്യക്തികളുടെ മുഖങ്ങൾ മനസ്സിൽ കൊണ്ടുവരും. അവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന ആളുകളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന വിഷയങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കൃപ എനിക്ക് വേണം. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ കർത്താവെ എന്നെ പഠിപ്പിക്കണേ. കർത്താവെ, അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ചേർന്നൊന്ന് പ്രാർത്ഥിച്ചൊന്ന് പാടിക്കേ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ കർത്താവെ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ചേർന്ന് പ്രാർത്ഥിച്ചേ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ.
ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. അനേക സംഭവങ്ങൾ മനസ്സിൽ കർത്താവ് ഓർമ്മയിൽ കൊണ്ടുവരുന്നത് ആ മേഖലകൾ ക്ഷമിക്കാനും പൊറുക്കാനുമാണ്. കർത്താവ് ഇന്ന വിഷയങ്ങൾ ഇടപെടണമേ, ഈ വിഷയങ്ങൾ ഒരു വിശുദ്ധീകരണം എനിക്ക് വേണം, ഇന്ന സംഭവങ്ങൾ സംഭവിച്ചു, ഓർക്കുന്തോറും എൻ്റെ മനസ്സിൽ ഭാരമുണ്ട്. കർത്താവേ, ഈ വിഷയങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് കൃപ വേണം കർത്താവേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ആ വ്യക്തിയുടെ ശിരസിൽ അങ്ങനെ കരങ്ങൾ വെച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ആത്മാവി ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലും ഇടപെടട്ടെ. ക്ഷമിക്കാനും പൊറുക്കാനുള്ള വലിയൊരു അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ആരാധന ആരാധന ആരാധന. ദൈവിക ശക്തി അനേകരിലേക്ക് വെളിപ്പെടുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് അനേകർക്ക് ക്ഷമിക്കാനുള്ള കൃപ നൽകുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവിക ശക്തി സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാധന യേശുവേ, ആരാധന. യേശുവേ,